വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് NH66 കോഴിക്കോട് ബൈപ്പാസിന്റെ പുരോഗതിയാണ്. മുൻപത്തെ വീഡിയോയിലൂടെ വെങ്ങളം മുതൽ മലാപ്പറമ്പ് വരെയുള്ള പുരോഗതി കാണിച്ചിരുന്നു. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് മലാപ്പറമ്പ് മുതൽ രാമനാട്ടുകര വരെയുള്ള ഭാഗത്തിന്റെ പുരോഗതി കൂടി നോക്കാം. കോഴിക്കോട് ബൈപ്പാസിൽ NH66നെയും NH766നെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ജംഗ്ഷനാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ. ഇവിടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് വലിയ ജനശ്രദ്ധ കിട്ടിയിരുന്നില്ല. കാരണം അടുത്തിടെ കൂരിയാട് മുതൽ കൊളപ്പുറം വരെ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവം നടന്നതിനാൽ അവിടേക്കാണ് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മലാപ്പറമ്പിലെ പ്രശ്നങ്ങൾ പൊതുവിൽ വലിയ രീതിയിൽ ചർച്ചയായില്ല. ഹൈവേ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും മെയിൻ കാരേജ് വേയിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ചെയ്യാം, എങ്ങനെ എൻട്രി ചെയ്യാം, മെർജിംഗ് പോയിന്റുകൾ എവിടെയെല്ലാം. ഒരു മെർജിംഗ് പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത മെർജിംഗ് പോയിന്റ് എവിടെയായിരിക്കും, അതുപോലെ ഒരു മെർജിംഗ് പോയിന്റിലൂടെ പുറത്തു കടന്നാൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പോകാൻ പറ്റുക, ഏതെല്ലാം സ്റ്റേറ്റ് ഹൈവേ ലോക്കൽ റോഡിലേക്കാണ് കണക്റ്റ് ആവുക തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. ഈ റീച്ചിന്റെ മാത്രമല്ല കേരളത്തിലെ എല്ലാ റീച്ചിന്റെയും വീഡിയോ ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലാപ്പറമ്പ് ജംഗ്ഷന് ശേഷം വരുന്ന രണ്ട് അത്യാവശ്യ ജംഗ്ഷനുകളാണ് പാച്ചാക്കൽ ജംഗ്ഷനും പനാത്തുതാഴം ജംഗ്ഷനും. ഇവിടെ റോഡ് മുറിച്ചു കടക്കുന്നതിൽ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. പനാത്തുതാഴം ജംഗ്ഷനിൽ NH66 കുറുകെ ഒരു ഫ്ലൈ ഓവർ നിർമ്മാണം പദ്ധതിയിലുണ്ട്. എന്നാൽ ഇത് നിർവഹിക്കുന്നത് PWD NH ഡിവിഷൻ ആയിരിക്കും. അതിനു പുറമെ പദ്ധതിക്ക് ആവശ്യമായ അഡീഷണൽ ലാൻഡ് അക്വിസിഷൻ നടത്തേണ്ടി വരും. അതുവരെ നാട്ടുകാർക്ക് സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കാൻ വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. എത്ര പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആളുകൾ കമന്റിലൂടെ സംശയം ഉന്നയിക്കുന്ന കാര്യമാണ് സർവീസ് റോഡ് ഒരു ദിശയിൽ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന്. എന്നാൽ സർവീസ് റോഡ് രണ്ട് ദിശയിലും ഉപയോഗിക്കാം എന്നാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ ഓഫീസുകളിൽ നിന്ന് കിട്ടിയ വിവരം. എന്നാൽ ചില പ്രദേശങ്ങളിൽ സർവീസ് റോഡിന്റെ വീതി 5 മീറ്ററിൽ താഴെയാണ്. ഈ സ്ഥലങ്ങളിൽ ട്രാഫിക് കൺട്രോൾ ഉണ്ടാകും. ബാക്കി സ്ഥലങ്ങളിൽ രണ്ട് ദിശയിലും ഉപയോഗിക്കാം. ദയവ് ചെയ്ത് സർവീസ് റോഡ് വൺ വേ ആണ് എന്ന് ഇനിയും ആരും പറയരുത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അധികമായി കണ്ടുവരുന്ന ഒന്നാണ് ബൈപ്പാസുകൾ. കേരളത്തിൽ കൂടുതൽ ബൈപ്പാസുകൾ നിർമ്മിക്കപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ സങ്കീർണമായ ഭൂമിശാസ്ത്രം, ഉയർന്ന ജനസാന്ദ്രത, പരിമിതമായ ഭൂമി വിപുലത എന്നീ ഘടകങ്ങളുടെ ഫലമായാണ്. കേരളം നീളത്തിൽ ഏകദേശം ഒരേ ചുറ്റളവിലുള്ള തീരദേശ സംസ്ഥാനമാണ്. മിക്ക ദേശീയപാതകളും ഗ്രാമനഗരങ്ങളിൽ നേരിട്ട് കടന്നുപോകുന്നു. അതുവഴി വാഹന ഗതാഗതത്തിന് വലിയ തടസ്സമുണ്ടാകുന്നു. മിക്ക നഗരങ്ങളും തൊഴിൽവാസ കേന്ദ്രങ്ങളും റെസിഡൻഷ്യൽ ഏരിയകളും വ്യാപാര കേന്ദ്രങ്ങളുമാണ്. അതിനാൽ പാതയുടെ വീതി കൂട്ടുകയോ പാത നേരിട്ട് വികസിപ്പിക്കുകയോ ചെയ്യുന്നത് എളുപ്പമല്ല. ഇതിനു പുറമെ കേരളത്തിലെ പരിസ്ഥിതി നിയന്ത്രണങ്ങൾ, അതായത് CRZ നിയമങ്ങൾ, പശ്ചിമഘട്ട പരിപാലന നിയന്ത്രണങ്ങൾ, വനമേഖല എന്നിവയും നഗരമധ്യത്തിൽ വലിയ റോഡ് വികസനം തടസ്സപ്പെടുത്താൻ കാരണമാകുന്നു. അതിനാൽ അതാത് പട്ടണത്തിനോ ഗ്രാമത്തിനോ പുറത്ത് വഴിത്തിരിവായി പുതിയ പാതകൾ, അതായത് ബൈപ്പാസുകൾ നിർമ്മിക്കുന്നതാണ് ഏറ്റവും യുക്തിയുക്തമായ മാർഗം. ഈ സമീപനം ജനങ്ങൾക്ക് സുരക്ഷയും വാഹനങ്ങൾക്ക് വേഗതയും ട്രാഫിക് നിയന്ത്രണത്തിനും വികസനത്തിനും അവസരവുമാണ് നൽകുന്നത്. ഇതെല്ലാം ചേർന്നാണ് കേരളം ദേശീയപാത നിർമ്മാണത്തിൽ ബൈപ്പാസുകളെ കൂടുതൽ ആശ്രയിക്കുന്നത്. കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു വലിയ നഗരം ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഹൈലൈറ്റ്, ലാൻഡ്മാർക്ക്, TC1 തുടങ്ങിയ പ്രമുഖ കമ്പനികൾ വിപുലമായ ടൗൺഷിപ്പുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൈലൈറ്റ് ഗ്രൂപ്പ് ആരംഭിച്ച പദ്ധതികൾ ഉപഭോക്താക്കളാൽ എപ്പോഴും വലിയ ആവേശത്തോടെയാണ് സ്വീകരിക്കപ്പെടുന്നത്. മികച്ച ജീവിത നിലവാരവും സൗകര്യങ്ങളും തേടി വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സൗകര്യങ്ങൾ സ്വന്തം നാട്ടിൽ തന്നെ ലഭ്യമാവുകയാണെങ്കിൽ, അതെ, അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നായ കോഴിക്കോട് ഹൈലൈറ്റ് അവതരിപ്പിക്കുന്നത് ഹൈലൈറ്റ് സിറ്റിയാണ്. അപ്പാർട്ട്മെന്റുകൾ, ഷോപ്പിംഗ് മോൾ, ലോകോത്തര തിയേറ്റർ, ബിസിനസ് പാർക്ക്, ഹെൽത്ത് കെയർ, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം വിനോദ മേഖല എല്ലാം ഒരു കുടക്കീഴിൽ. പകൽ രാത്രി എന്നില്ലാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയുന്ന ഒരു സമ്പൂർണ്ണ നഗരമാണ് ഹൈലൈറ്റ് സിറ്റി. ലളിതമായി പറഞ്ഞാൽ കോഴിക്കോട് സിറ്റിക്കകത്ത് തന്നെ അതിമനോഹരമായി നിർമ്മിച്ച, പൂർണ്ണമായി പ്രവർത്തിക്കുന്ന മറ്റൊരു നഗരം. കോഴിക്കോട് ഹൈലൈറ്റ് സിറ്റിയിൽ ഉയരുന്ന വേൾഡ് ട്രേഡ് സെന്റർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെന്ററുകളിൽ ഒന്നായിരിക്കും. 12.5 ദശലക്ഷം ചതുരശ്ര അടിയിലാണ് പദ്ധതി സജ്ജമാകുന്നത്. വ്യാപാരം, വാണിജ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയുടെ ഹബ്ബായി കോഴിക്കോടിനെ ഉയർത്തുന്നതിനൊപ്പം രാജ്യാന്തര ബിസിനസ് രംഗത്തെ റൂട്ട് മാപ്പിൽ കോഴിക്കോടിന് നിർണായക സ്ഥാനം ലഭിക്കുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കും. 100 ഏക്കറിലായുള്ള ഹൈലൈറ്റ് സിറ്റിയിലാണ് വേൾഡ് ട്രേഡ് സെന്റർ ഉയരുക. കോഴിക്കോട്ടേക്ക് രാജ്യാന്തര ബിസിനസ് സാധ്യതകൾ എത്താനും നിക്ഷേപ അവസരങ്ങൾക്ക് വഴി തുറക്കാനും പദ്ധതി സഹായകമാകും.
വേൾഡ് ട്രേഡ് സെന്റർ അസോസിയേഷന്റെ ലൈസൻസ് ഉണ്ടെന്നതിനാൽ രാജ്യാന്തര കമ്പനികൾ, ഇന്റർനാഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെ ആകർഷിക്കാനും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുൾപ്പെടെ മുന്നേറാനും കോഴിക്കോടിന് കഴിയും. വേൾഡ് ട്രേഡ് സെന്റർ ലേണിംഗ് പാർക്കിന്റെ ശിലാസ്ഥാപനം അടുത്തിടെ നടന്നു. കേരളത്തിലെ നിർമ്മാണ ശൈലിയിൽ ഏറെ ചർച്ചയായതാണ് കോഴിക്കോട് ബൈപ്പാസിലെ പന്തിരാങ്കാവ് ടോൾ പ്ലാസ. കേരളത്തിന്റെ തനതായ സാംസ്കാരിക സൗന്ദര്യം വിളിച്ചോതുന്ന രീതിയിലാണ് ഈ ടോൾ പ്ലാസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോൾ പിരിക്കാൻ പോകുന്ന ടോൾ പ്ലാസയായിരിക്കും ഇത്. എല്ലാ ടോൾ പ്ലാസകളിലും നിരക്ക് ഒരുപോലെയല്ല. ഒരു ടോൾ പ്ലാസയുടെ പരിധിയിൽ വരുന്ന റോഡിന്റെ ആകെ കിലോമീറ്റർ നീളം, അതിലുള്ള ഫ്ലൈ ഓവർ, വയഡക്റ്റ്, അണ്ടർപാസ്, ഓവർപാസ് മുതലായ ഘടകങ്ങളുടെ എണ്ണം, നീളം, വീതി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള നിശ്ചിത കണക്ക് പദ്ധതിയിലൂടെയാണ് ടോൾ നിരക്ക് നിശ്ചയിക്കുന്നത്. പന്തിരാങ്കാവ് മാമ്പുഴപ്പാലം നോർത്തിലും കൂടത്തുംപാറയിലുമാണ് ഇരുദിശകളിലായി ടോൾ പ്ലാസ സ്ഥാപിച്ചത്. രാമനാട്ടുകരയിൽ നിന്ന് തൊണ്ടയാട് ഭാഗത്തേക്കുള്ള ടോൾ ബൂത്തും തൊണ്ടയാട് നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്കുള്ള ടോൾ ബൂത്തും തമ്മിൽ 250 മീറ്റർ അകലമുണ്ട്. ഓരോ ടോൾ ഗേറ്റിലും 5 ട്രാക്കുകളുള്ള ടോൾ ബൂത്താണ് നിർമ്മിച്ചത്. 6 വരി പാതയായി വികസിപ്പിക്കുന്ന ദേശീയപാത 66ഉം നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയും ചേരുന്ന ഇടമാണ് ടോൾ പ്ലാസ സ്ഥാപിച്ച കുടത്തുംപാറ. കേരളത്തിലെ ആദ്യത്തെ ട്രംപറ്റ് കവല നിർമ്മിക്കുന്നത് ഇരു ടോൾ ബൂത്തുകൾക്കിടയിലാണെന്ന പ്രത്യേകതയുമുണ്ട്. എന്താണ് ട്രംപറ്റ് കവല? കവലകളിൽ വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ കടന്നുപോകാൻ സാധിക്കുന്ന സംവിധാനമാണ് ട്രംപറ്റ് കവല. വിദേശ രാജ്യങ്ങളിൽ ഇത്തരം മാതൃകകൾ സർവ്വസാധാരണമാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ട്രംപറ്റ് കവല 6 വരി പാതയായി വികസിപ്പിക്കുന്ന കോഴിക്കോട് ബൈപ്പാസും നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഹൈവേയും ചേരുന്ന പന്തിരാങ്കാവിനടുത്ത് ഇരിങ്ങല്ലൂരിലാണ് പണിയുന്നത്. ഒരു ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങളെ മറികടക്കാതെ ഏത് ഭാഗത്തേക്കും പോകാൻ കഴിയുമെന്നതാണ് ഇതിന്റെ സവിശേഷത. ഓഗസ്റ്റ് 15 മുതൽ ടോൾ പ്ലാസകളിൽ ആനുവൽ പാസ് നിലവിൽ വന്നിട്ടുണ്ട്. 3000 രൂപ വിലയുള്ള ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് സ്വകാര്യ വാഹനങ്ങളിലാണ് നടപ്പാക്കുക. വാണിജ്യ വാഹനങ്ങൾക്ക് ബാധകമല്ല. വാർഷിക പാസ് എടുത്ത തീയതി മുതൽ 1 വർഷം വരെ അല്ലെങ്കിൽ 200 യാത്രകൾ വരെ പാസ് ഉപയോഗിക്കാം. ഇതിൽ ആദ്യം വരുന്നതാണ് പരിഗണിക്കുക. ടോൾ ബൂത്തുകളിൽ ഇനി കാത്തു നിൽക്കാതെ സുഗമമായ സഞ്ചാരം യാഥാർത്ഥ്യമാകും. ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് 15 രൂപയെ ചെലവാവുകയുള്ളൂ. ടോൾ ബൂത്തുകളിൽ തിങ്ങി നിറഞ്ഞുള്ള കാത്തിരിപ്പ് ഒഴിവാക്കാനാകും. തർക്കങ്ങൾ ഒഴിവാക്കാം. വാർഷിക പാസ് നിലവിൽ വരുന്നതോടെ രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളിലൂടെ സുഗമവും ചെലവ് കുറഞ്ഞതുമായ യാത്ര സാധ്യമാകും. ഈ പാസ് രാജ്മാർഗ് ആപ്പിലൂടെയോ മോർത്ത് IHMCL വെബ്സൈറ്റ് വഴിയോ വളരെ എളുപ്പത്തിൽ നേടാം. കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് ടോളിൽ ഇളവുണ്ട്. ഇവർക്കായി ദേശീയപാത അതോറിറ്റി പ്രതിമാസം 300 രൂപയുടെ പാസ് അനുവദിക്കും. ഇതുപയോഗിച്ച് ഒരു മാസം എത്ര തവണയും യാത്ര ചെയ്യാം. ഈ പാസ് ഉള്ളവർക്കും ഫാസ്ടാഗ് ഉപയോഗിക്കാമെങ്കിലും പാസിൽ നിന്ന് മാത്രമേ തുക പിടിക്കൂ. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് ടോൾ ഇല്ലാതെ യാത്ര ചെയ്യാം. ടോൾ ഏജൻസി നിലവിൽ വന്നതിന് ശേഷമായിരിക്കും ഈ പാസ് ലഭ്യമാവുക. ടോൾ റോഡിൽ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എല്ലാവരും 1033 എന്ന നമ്പർ ഓർത്തുവെക്കുക. നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആംബുലൻസ്, ഫയർഫോഴ്സ് സേവനങ്ങൾ ലഭ്യമാകും. റോബറി അറ്റംപ്റ്റിൽ ട്രാപ്പ് ആവുകയാണെങ്കിൽ ഹൈവേ പോലീസിന്റെ സഹായവും എത്തും. മാത്രമല്ല, വാഹനം കേടായാൽ അല്ലെങ്കിൽ പഞ്ചറായാൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഉടനടി ടോ വെഹിക്കിൾ അല്ലെങ്കിൽ ക്രെയിൻ സർവീസ് നിങ്ങൾക്ക് ലഭിക്കും. നിയറസ്റ്റ് വർക്ക്ഷോപ്പ് വരെ സൗജന്യമായി ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇനി നിങ്ങളുടെ വാഹനം പെട്രോൾ കഴിഞ്ഞ് വഴിയിൽ കുടുങ്ങിയാലും പരമാവധി വാഹനം ഒതുക്കി പാർക്ക് ചെയ്ത് ഹസാർഡ് ലൈറ്റും ട്രയാങ്കിൾ വാർണിംഗ് ബോർഡുകളും വെക്കുക. ശേഷം ഉടനടി ഹെൽപ്പ് ലൈനിൽ വിളിച്ച് കാര്യം അറിയിച്ചാൽ ഫ്യൂവലും നിങ്ങളുടെ അരികിലെത്തുന്നതാണ്. എന്നാൽ ഇതിന് ഫ്യൂവലിന്റെ എക്സ്പെൻസ് കൊടുക്കേണ്ടതാണ്. ഇനി 1033യുടെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നേരത്തെ പറഞ്ഞ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് 2 ഓപ്ഷനുകളാണ് ഉള്ളത്. അടിയന്തര സഹായം ആവശ്യം വന്ന സ്ഥലം ഏത് ടോൾ പ്ലാസയുടെ അണ്ടറിലാണ് എന്ന് മനസ്സിലാക്കി ആ ടോൾ പ്ലാസയിൽ വിളിച്ചാൽ ആവശ്യമുള്ള സേവനം ഉടനെ നിങ്ങളിലേക്ക് എത്തും. ഇനി ഏത് റോഡാണ്, ഏത് ടോൾ പ്ലാസയാണ് എന്ന് മനസ്സിലാവാത്തവർ നിങ്ങളുള്ള സ്ഥലത്തിന്റെ NH നമ്പറും ചെയിനേജ് നമ്പറും ആദ്യം അറിയുക. ശേഷം മെയിൻ കൺട്രോൾ റൂമായ 1033യിൽ വിളിച്ച് നിങ്ങളുള്ള സ്ഥലത്തിന്റെ ചെയിനേജും നിങ്ങളുടെ പേർപ്പസും വിളിച്ചു പറഞ്ഞാൽ കൺട്രോൾ റൂമിൽ നിന്ന് നിങ്ങളുടെ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്ത് നിയറസ്റ്റ് ടോൾ പ്ലാസയിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. പിന്നീട് ആവശ്യ സേവനം നിങ്ങളിലേക്ക് എത്തും. ചെയിനേജ് എന്നാൽ സ്ഥലങ്ങളുടെ യുണീക്ക് കോഡുകളാണ്. ഓരോ 100 മീറ്ററിലും ഈ കോഡുകൾ റോഡിൽ കാണാം. അടിപൊളി റോഡും ഇത്രയും സേവനങ്ങളും നമുക്ക് ടോൾ കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് ടോൾ കൊടുക്കുന്നതിൽ നിരാശ വേണ്ട. പൈസയേക്കാളും വലുതല്ലേ നമ്മുടെ സമയം. കേരളത്തിലെ എല്ലാ ഹൈവേകളിലും ഓരോ കിലോമീറ്ററുകളിലും ക്യാമറകൾ വരുന്നുണ്ട്. സ്പീഡ് ക്യാമറയാണ് എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്.
എന്നാൽ NHAI 360 ഡിഗ്രി ക്യാമറകൾ വിന്യസിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം റോഡ്, പാലം എന്നിവയുടെ പരിശോധനയും മെയിൻ്റനൻസ് നിരീക്ഷണവും റോഡിന്റെയും ചുറ്റുപാടുകളുടെയും സമഗ്രവും പനോരമിക്കും ആയിട്ടുള്ള കാഴ്ചകൾ പകർത്താനും ലൈവ് ട്രാഫിക് മോണിറ്ററിങ്ങിനും എന്തെങ്കിലും അപകടം നടന്നാൽ പ്രൈമറി സേവനങ്ങൾ റോഡ് യൂസേഴ്സിലേക്ക് എത്തിക്കാനും ഫർദർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷനും എല്ലാം ഈ ക്യാമറ ഉപയോഗിക്കാം. മാത്രമല്ല വേണ്ടി വന്നാൽ ട്രാഫിക് വയലേഷൻസിനും പ്രോപ്പർ ലെയിൻ ട്രാഫിക് കീപ്പ് ചെയ്തില്ലെങ്കിലും ഫൈനും വരാം. ഇതുകൂടാതെ നാഷണൽ ഹൈവേകളിൽ കൺസേൺഡ് സ്റ്റേറ്റിന്റെ MVD പോലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ക്യാമറ വെക്കാനുള്ള പ്രൊവിഷനുമുണ്ട്. MVD ക്യാമറ വെച്ചാൽ പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, ചറപറ ഫൈൻ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായി വാഹനം ഓടിക്കുക. ഫൈനിനേക്കാൾ വില നമ്മുടെ ജീവനുണ്ട്, ശ്രദ്ധിക്കുമല്ലോ. കോഴിക്കോട് ബൈപ്പാസിലെ എല്ലാ പാലങ്ങളിലും മൂന്നാമത് ഒരു പാലം കൂടെ വരുന്നുണ്ട്. മൂന്നാമത്തെ പാലത്തിന്റെ നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ലല്ലോ. ബൈപ്പാസ് പൂർണ്ണമായും തുറക്കാൻ സമയമെടുക്കുമോ എന്ന സംശയവും ആശങ്കയും വേണ്ട. ഈ പ്രൊജക്ട് തുടങ്ങുമ്പോൾ ഈ പ്രൊജക്റ്റിലെ പാലങ്ങൾ ഡിസൈൻ ചെയ്തിരുന്നത് സെന്ററിലുള്ള പഴയ പാലവും പുതുതായി ഇടതുവശത്ത് വരുന്ന പാലവും സെപ്പറേറ്റ് ആയിരുന്നു. എന്നാൽ പിന്നീട് രണ്ട് പാലങ്ങൾക്കിടയിൽ ബാരിയർ ഇല്ലാതെ ഒറ്റ പാലം വേണം എന്ന കൺക്ലൂഷനിൽ NHAI എത്തി. അങ്ങനെ രണ്ടാമത് കാലിക്കറ്റ് ബൈപ്പാസിലെ 4 ബ്രിഡ്ജുകളായ കോരപ്പുഴ, പുറക്കാട്ടിരി, മാമ്പുഴ, അയഞ്ഞിലം പാലങ്ങളുടെ മൂന്നാമത്തെ പാലത്തിന് മറ്റൊരു പ്രൊജക്റ്റായി ടെൻഡർ വിളിക്കുകയും നിലവിൽ നിർമ്മാണം നടത്തുന്ന KMC എന്ന കമ്പനി തന്നെ ടെൻഡറിൽ വിജയിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പാലം മറ്റൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ടാർഗറ്റഡ് കംപ്ലീഷൻ ഡേറ്റ് മാർച്ച് 2026 ആണ്. KMC എന്ന കമ്പനിയാണ് ഈ റീച്ചിന്റെ കോൺട്രാക്ടർ. SA ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ പ്രൊജക്ടിന്റെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH വർക്കുകൾ നടക്കുകയാണ്. അതിൽ നിർമ്മാണം പൂർത്തിയായ റീച്ചുകളും വരും മാസങ്ങളിൽ ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന റീച്ചുകളും നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ, കോസ്റ്റൽ ഹൈവേ തുടങ്ങിയ എല്ലാ പ്രൊജക്ടുകളുടെയും ഡ്രോൺ വീഡിയോയും ഡീറ്റെയിൽഡ് പ്രൊജക്ട് വീഡിയോയും ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും സ്പെസിഫിക് സ്ഥലങ്ങളുടെയോ റീച്ചുകളുടെയോ അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ കമന്റിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. കോഴിക്കോട് ബൈപ്പാസിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇൻസ്റ്റന്റ് അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.